السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പറഞ്ഞ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം നമ്മൾ ബദർ യുദ്ധത്തിൻ്റെയും ഉഹദ് യുദ്ധത്തിൻ്റെയും ചില പ്രധാനപ്പെട്ട ഏടുകൾ പറയുകയും ആ യുദ്ധത്തിലേക്കുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദമായോ അതല്ലെങ്കിൽ അതിൽ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചോ നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ വലിയ സമയം നമുക്ക് വേണ്ടിവരും. ഏതായാലും പലപ്പോഴും വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലും വ്യത്യസ്തമായിരിക്കുന്ന സമയങ്ങളിലും റമളാനുകളിലടക്കം മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ചും ഉഹദീങ്ങളെക്കുറിച്ചുമെല്ലാം പല ക്ലാസ്സുകളിലും വഅളുകളിലും നമ്മളൊക്കെ കേൾക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ ജാസ്തിയാവാതെ വിശുദ്ധരായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വിവരണം പറയലാണല്ലോ നമ്മുടെയും ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സർവം സഹിക്കുകയും ത്യജിക്കുകയും ചെയ്ത സ്വഹാബത്തിന്റെ ജീവിതമാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം തൻ്റെ മക്കളും ഭർത്താവുമടക്കം ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരിച്ചു പോയിട്ടുണ്ട് എന്ന വിഷയം ഒരല്ലലുമല്ലാതെ ഒരു പ്രയാസവുമല്ലാതെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വാർത്ത കേൾക്കൽ കൊണ്ട് മനസ്സ് മാറിയ, മനസ്സിൽ സന്തോഷം രേഖപ്പെടുത്തിയ മഹതിമാരെ നമ്മൾ സ്മരിക്കുകയുണ്ടായി. കേവലമായിരിക്കുന്ന ഒരു ആദർശമല്ല, ഇതിനപ്പുറത്തേക്ക് വിശുദ്ധമായിരിക്കുന്ന ജീവിതം നയിക്കാനുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ആ പാഠങ്ങളെ കൃത്യമായി സ്വഹാബത്ത് പുൽകുകയും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉഹദിന്റെയും ബദറിന്റെയും രണാങ്കണത്തിൽ ശുഹദാക്കൾക്കുള്ള കൂലി ഹബീബായ തങ്ങളിൽ നിന്ന് അറിഞ്ഞവര് അത്രമേൽ സന്തോഷത്തോടുകൂടെ അടരാടുകയും പോരാടുകയും പിന്തിരിയാതെ മുന്നോട്ട് ശത്രു സൈന്യത്തെ തകർക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തത്.
ആ തയ്യാറെടുപ്പിന്റെ ബാക്കിയാണ് വിശുദ്ധ ഇസ്ലാമിലെ വിജയങ്ങളെല്ലാം. അല്ലാഹുവാകുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സർവം സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിന് മുന്നിൽ മാത്രമേ തന്റെ ആരാധനാ മുഖം കാണിക്കുകയുള്ളൂ എന്നും ആദരവിന്റെയും സ്നേഹത്തിന്റെയും വിഷയത്തിൽ എന്നെന്നും ഒന്നാം സ്ഥാനത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരിക്കുമെന്നും അതിനപ്പുറം ആ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളെ ജീവിതത്തിൽ അത്രമേൽ ദൃഢതയോടുകൂടെ ഉറപ്പോടുകൂടെ പുൽകുമെന്നും അവര് തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ സാക്ഷാത്കാരമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിശുദ്ധമായ വിശ്വാസം എന്നതിൽ യാതൊരു സംശയവും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ബദറിലേക്ക് പോകുന്ന സമയം ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹബീബായ തങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് കരഞ്ഞ് നെഞ്ഞുപൊട്ടിയുള്ള ആ പ്രാർത്ഥന കേട്ടപ്പോ ഹബീബായ തങ്ങൾ അതിലങ്ങ് വല്ലാണ്ട് അതു കാരണം സുസ്തായി പോകുമോ എന്ന ബേജാറ് കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ സമാശ്വസിപ്പിക്കുന്ന സുന്ദരമായ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു. ഇസ്ലാമിന്റെ വിജയവും ഇസ്ലാമിന്റെ വളർച്ചയും മറ്റു ചില ആളുകളിൽ ചില കുബുദ്ധികൾക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിവെക്കാൻ കാരണമാവുകയാണ്. അങ്ങനെയാണ് ഹിജ്റയുടെ 5-ാം വർഷം ശവ്വാൽ മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രശസ്തമായിരിക്കുന്ന മറ്റൊരധ്യായമാകുന്ന ഖന്തഖ് യുദ്ധം, ഗസ്വത്തുൽ ഖന്തഖ് എന്ന് പറയുന്ന ഖന്തഖ് യുദ്ധം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ശത്രുക്കളെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ മദീനയിലേക്ക് വരുന്ന പ്രധാന പ്രവേശന സ്ഥലത്ത് വലിയ ആഴമുള്ള കിടങ്ങ് കുഴിക്കുകയും ആ കിടങ്ങ് മുറിച്ചു കടക്കാൻ സാധാരണയിൽ കുതിരകൾക്കോ മറ്റു പടക്കോപ്പുകൾക്കോ സാധിക്കാത്ത ഒരു കിടങ്ങാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഖന്തഖ് കിടങ്ങ് എന്ന പേര് തന്നെ ആ യുദ്ധത്തിന് വന്നത്. അതല്ല, ഒരുപാട് ടീം കൂടിയിട്ട് മുസ്ലിമീങ്ങളെ പ്രതിരോധത്തിലാക്കാൻ വന്നതുകൊണ്ട് മറ്റൊരു പേര് ആ യുദ്ധത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഹാസാബ് എന്ന് പറയുന്ന മറ്റൊരു പേര് തന്നെ ഇതിന് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ ഈയൊരു കിടങ്ങ്, വലിയ കിടങ്ങ് കുഴിക്കാമെന്ന ആശയം വെക്കുന്നത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അവിടുന്ന് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളും രാജ്യത്തെ തന്ത്രങ്ങളും അറിയുന്ന മഹാനാണ്. പേർഷ്യയിലെ ആ രാജാവിന്റെ തന്ത്രമാണ് ബഹുമാനപ്പെട്ടവരുടെ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും ആ രീതിയിൽ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ നിർദ്ദേശപ്രകാരം അവിടുത്തെ ആ ഒരു അഭിപ്രായം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അംഗീകരിക്കുകയും അങ്ങനെയാണ് കിടങ്ങ് കുഴിക്കാൻ അവിടുന്ന് ആരംഭിക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ആ കിടങ്ങ് കുഴിക്കാനുള്ള ഓരോ 10 പേർക്കും 40 മുഴം എന്ന കണക്കിൽ അവിടുന്ന് സ്ഥലമിങ്ങനെ വീതിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ കിടങ്ങിന്റെ ആ വലിയ കുഴിയെടുക്കാൻ, ആ കിടങ്ങെടുക്കാനുള്ള പണി തുടങ്ങി. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടുന്ന് ഒന്നിച്ചാണ്. ഹബീബായ തങ്ങൾ വലിയ ലീഡറാണെന്ന് പറഞ്ഞ് മാറി നിന്നില്ല, സ്വഹാബത്തിന്റെ കൂടെ തന്നെയുണ്ട്. ആ സമയം ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ വല്ലാതെ വിശന്ന് പ്രയാസത്തിലായി. ആ സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ ചൊല്ലുകയും വിശപ്പ് കാരണം ഞങ്ങളുടെ ബാറ്റിലൊരു കല്ല് വെച്ച് കട്ടിയിട്ടുണ്ട്. അതിങ്ങനെ കാണിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ വസ്ത്രമങ്ങ് ഉയർത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, 2 കല്ലുകൾ അവിടെ ഉണ്ടായിരുന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുന്ന് വെച്ച് കെട്ടിയത്. സ്വഹാബത്തിന് ഇത് കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി.
ഞങ്ങൾക്കപ്പുറം ഇതിനു വേണ്ടിയിട്ട് കഷ്ടമെടുക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ യാഥാർത്ഥ്യം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ അവർക്കങ്ങ് ഉറക്കുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് അവിടെയുള്ള അൻസ്വാറുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹാജിറുകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അവിടെ കാണാം, ഖന്ദഖ് എന്ന് പറയുന്നത് മദീനയുടെ ബൗണ്ടറിയുടെ പുറത്തുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു പടക്കോപ്പ് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് അറിയുകയും യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ കെണിയാണ് ഈ രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് വഴിയൊരുക്കുന്നത്. കാരണം ഇസ്ലാമിന്റെ വളർച്ചയും ഇസ്ലാമിന്റെ മുന്നേറ്റവും അത് ഇവരിൽ ഇസ്ലാം വിരുദ്ധത ഉണ്ടാക്കുകയും ആ രീതിയിൽ ഒരു മുന്നേറ്റം വേണമെന്ന് ചിന്തിക്കുകയും അങ്ങനെയാണ് ഖൈബറിലേക്ക് നാടുകടത്തപ്പെട്ട ബനൂ നദീർ ഗോത്രക്കാർ അവര് ഇതിനു വേണ്ടി നേതൃത്വം നൽകുകയും അങ്ങനെ പ്രധാനപ്പെട്ട 20 നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിനുള്ള ഒരു സഹായാഭ്യർത്ഥന, ഒരു ഹെൽപ്പ് കേക്ക് വേണമായിട്ട് അവര് മക്കയിലെത്തി ഖുറൈശി നേതാക്കളെ കാണുന്നത്. ഈ ഒരു വിഷയം കേട്ട സാത്തുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാതെ മക്കയിലെ ഖുറൈശികൾ സമ്മതം നൽകുകയാണ്. അതിൽ പിന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹാന്മാരാകുന്ന സ്വഹാബത്തിനെയും പ്രതിരോധത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരിറങ്ങിയ ആ ഒരു യാത്ര, അവരിറങ്ങിയ അവര് കോപ്പുകൂട്ടിയ ആ ഒരു യുദ്ധത്തിൽ ഗത്ഫാൻ ഗോത്രക്കാരും അവരുടെ കൂടെയാണ്. അങ്ങനെയാണ് അവരെല്ലാം കൂടിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്ന വിഷയത്തിൽ ജൂതന്മാർ വിജയിക്കുകയാണ്. ഖുറൈശികളാകുന്ന ആളുകൾ 4000-ഓളം വരുന്ന സൈന്യത്തെയും ഗത്ഫാനുകാര് അവർ ഏകദേശം 6000-ഓളം വരുന്ന സൈന്യത്തെയും സമാഹരിച്ചുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വൻ സൈന്യമായി അതാ 10,000-ഓളം ആളുകളുണ്ട്. അവരെല്ലാം കൂടിയിട്ട് ആ ഒരു വലിയ സൈന്യം മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടുകയാണ്. ആ സമയത്ത് അവിടെയാണ് ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടിയിരുത്തിയിട്ട് അവർക്കിടയിലേക്കൊരു ചർച്ചയിടുകയാണ്. ഇങ്ങനെയെല്ലാം വരുന്നുണ്ട്, നമുക്കെന്തു ചെയ്യണം എന്ന ചർച്ച വരുമ്പോ മുഹാജിരീങ്ങളാകുന്ന സ്വഹാബത്ത് സമ്മതം മൂളുന്നു. പക്ഷേ അൻസ്വാറുകളാകുന്ന സ്വഹാബത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല. യഥാർത്ഥത്തിൽ അൻസ്വാറുകൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഇവര് പറയുന്ന മറുപടി തന്നെയാണ് തങ്ങൾക്കും എന്നുള്ളതാണ്. പക്ഷേ അൻസ്വാറുകളാകുന്ന സ്വഹാബത്ത് മദീനയിൽ മുത്തുനബിക്കും സ്വഹാബത്തിനും സംരക്ഷണം നൽകാമെന്ന് ഏറ്റതാണല്ലോ. ഇനി മദീന ബൗണ്ടറിയുടെ പുറത്താകുമ്പോ എന്തെങ്കിലും ഇവർക്ക് എക്സ്ക്യൂസുകൾ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻസ്വാരി പ്രമുഖരാകുന്ന സ്വഹാബത്ത് ഹബീബായ മുത്തുനബിയോട് പറയുന്നുണ്ട്, തങ്ങളെ അങ്ങിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. അങ്ങ് വിളിക്കുന്നിടത്തേക്ക് എങ്ങോട്ട് പോകാനും എന്തു ചെയ്യാനും ഏതു രീതിയിൽ സമരം ചെയ്യാനും ഏതു രീതിയിൽ യുദ്ധം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്ന ആ സന്നദ്ധത അറിയിച്ചപ്പോഴാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രകാശിക്കുകയും വല്ലാണ്ട് സന്തോഷിക്കുകയും ചെയ്യാണ്. ഏതായാലും ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ആ ഒരു അഭിപ്രായ പ്രകാരം വലിയൊരു കിടങ്ങ് കുഴിക്കുകയും ആ കിടങ്ങ് അതാ ഈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട 10,000-ഓളം വരുന്ന സൈന്യം അവിടെ എത്തിയപ്പോഴാണ് സുബ്ഹാന റബ്ബി അവര് എല്ലാ രീതിയിലും സന്നാഹങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ
അവരുടെ മുന്നിൽ വലിയ ഒരു കിടങ്ങ് കണ്ടപ്പോ, അന്ന് അറബികൾക്ക് അങ്ങനെ പരിചയമില്ലാത്ത ഒരു യുദ്ധതന്ത്രമാണ്. അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, പേർഷ്യക്കാരുടെ യുദ്ധതന്ത്രമാണ്. അതിവിടെ നടപ്പിലാക്കുകയാണ്. അത് കണ്ടപ്പോ ഈ വന്ന 10,000-ഓളം വരുന്ന 10,000-ഓളം വരുന്ന സൈന്യം അവരൊന്ന് അന്താളിച്ചു പോയി. ഇനി എന്തു ചെയ്യും? ഇനി അങ്ങോട്ട് അതാ നമുക്ക് മുറിച്ചു കടക്കാൻ വഴി കാണുന്നില്ലല്ലോ. അങ്ങനെ അവിടെ ആ കിടങ്ങിനപ്പുറത്ത് അവര് തമ്പടിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യാണ്. സുബ്ഹാന റബ്ബി. ആ സമയം 3000 വരുന്ന സൈന്യവുമായാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിൽഉ പർവ്വതത്തിന്റെ പിന്നിലും ഖന്തഖിന് മുന്നിലുമായി ഹബീബായ തങ്ങൾ അവിടെ സ്ഥാനമുറപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെയാണ് മദീനയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അവിടെയുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയുമെല്ലാം ഒരു കോട്ടയുടെ മുകളിൽ പാർപ്പിക്കുകയാണ്. കാരണം ഇടയിൽ കിടങ്ങായതിനാൽ നേരിട്ടുള്ള ഒരു കടന്നാക്രമണത്തിനും അങ്ങോട്ടൊരു അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപരോധത്തിലൂടെ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെ അവിടെ ടെന്റ് അടിച്ചു നിന്നാൽ ഈ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ലല്ലോ. ആ രീതിയിൽ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്ന നയം അവരെടുക്കുകയാണ്. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പെയ്ത്ത് നടക്കുന്നുണ്ട്. അതിലൂടെയാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ കുറച്ചാളുകൾ കിടങ്ങിന്റെ കുറച്ചങ്ങോട്ട് പോയി നോക്കിയപ്പോൾ വീതി കുറഞ്ഞ സ്ഥലങ്ങൾ കണ്ടു. ആ സ്ഥലത്തിലൂടെ ഇപ്പുറത്തേക്ക് കുതിരയെ കൊണ്ട് ചാടിച്ച് യുദ്ധം ചെയ്യാൻ വരികയാണ് അംർ ബിൻ അബ്ദുൽ വുദ് എന്ന ആളും, അതുപോലെ തന്നെ ഇക്രിമ ബിൻ അബി ജഹൽ, അതുപോലെ തന്നെ ളിറാർ ബിൻ ഖത്താബ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അതിന് തയ്യാറായി വന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അവരെ ഒരു ചെറിയ സംഘത്തോടൊപ്പം അവരെ നേരിടാണ്. അങ്ങനെ അമ്രുമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ട് അയാളെ വധിച്ചു കളയാണ്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം അവിടുന്ന് ഓടി അപ്പുറത്തേക്ക് തന്നെ മുറിച്ചു കടന്ന് അവര് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആ കിടങ്ങിനപ്പുറം ഇരിക്കുന്നു. ശത്രുക്കളോ അതിനപ്പുറത്ത് അവരുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. നിരന്തരം യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ആ സമയങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് നിസ്കാരത്തിന് പോലും പ്രയാസമാവുകയാണ്. തന്റെ നിസ്കാരം ഖളാ ആകാൻ കാരണക്കാരായ ശത്രുക്കൾക്കെതിരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥന നടത്തുന്നതായിട്ട് കാണാം. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾക്ക് എതിരെയായി ശക്തമായ ഉപരോധവും യുദ്ധമുറകളും അങ്ങനെ അരങ്ങേറുമ്പോഴാണ് ജൂതന്മാര് മുസ്ലിമീങ്ങൾക്കെതിരെ ഗൂഢാലോചനയിലിരിക്കുന്നത്. ബനൂ ഖുറൈളയെയും കൂട്ടിയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ എതിരെ നിൽക്കാനുള്ള ഓരോരോ തയ്യാറെടുപ്പിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ബനൂ ഖുറൈളക്കാരും മുസ്ലിമീങ്ങളും തമ്മിലൊരു കരാറുണ്ട്. ഈ കരാറെല്ലാം അവിടെ ഉണ്ടായിരിക്കെ തന്നെ അത് തകർത്തിട്ടേ കാര്യമുള്ളൂ എന്ന് ജൂതന്മാർ മനസ്സിലാക്കുകയും ആ രീതിയിൽ അവരോട് സംസാരിച്ച് ബനു നദീർ നേതാവാകുന്ന ഹയ്യ് ബിൻ അഖ്ത്, ബനു ഖുറൈളയുടെ നേതാവാകുന്ന കഅബ് ബിൻ അസദിന്റെ മുമ്പിൽ വന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു കടന്നാക്രമണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പ്രവാചകരുമായി ഉടമ്പടി പൊളിക്കാൻ തയ്യാറായില്ല. ഹബീബായ തങ്ങളുമായിട്ടുള്ളൊരു കരാർ അത് പൊളിക്കാൻ തയ്യാറായില്ല. പക്ഷേ നിരന്തരമായ ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രൈയാക്കലിന്റെ ഒടുവിൽ ആ ഹയ്യ് എന്ന ആള് ലക്ഷ്യം കാണാണ്. കഅബ് എന്ന ആള് ആ കരാർ പൊളിക്കാൻ തയ്യാറായി. ഉള്ളിൽ നിന്ന് തന്നെ ഹബീബായ മുത്തുനബിക്കെതിരെ കടന്നാക്രമിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. ഇതിനിടയിൽ ജൂതന്മാരിൽ ചിലര് മുസ്ലിം സ്ത്രീകളെയും കുട്ടികളും അവരെല്ലാം താമസിച്ചിരുന്ന സ്ഥലത്ത് പോവുകയും അവരെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. ഇത് കണ്ട സമയം മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹാ ഒരു മരക്കഷ്ണവുമായി ചാടി പുറപ്പെടുകയും ബഹുമാനപ്പെട്ടവര് അയാളുമായിട്ട് പോരാട്ടം നടത്തുകയും അയാളെ വകവരുത്തി കളയുകയും ചെയ്യാണ്. ഇത് കണ്ട ശത്രുക്കൾ ഭീതിയോടെ പിന്നീട് അങ്ങോട്ട് അടുത്തിരുന്നില്ല എന്നു കാണാം. ഏതായാലും
ഈ രീതിയിലുള്ള പല വിഷയങ്ങളും ഖന്തഖ് യുദ്ധത്തിൽ കാണാൻ സാധിക്കും. അവസാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ഇതിൽ നിന്ന് വിജയം കാണണമല്ലോ, ഇതിനൊരു പരിഹാരം കിട്ടണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാ അതാ ഒരാൾ ഇങ്ങനെ വരുന്നത്. ആരാ? അതാ ഗത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട നഈബ് മസ്ഊദ് എന്ന് പറയുന്ന ആള്. അയാൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടബെന്ന് പറഞ്ഞു, തങ്ങളെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ മുസ്ലിമാ, പക്ഷേ ഈ വിഷയം എന്റെ ഗോത്രക്കാർക്ക് അറിയുകയില്ല. എന്നിട്ട് അയാൾ ചോദിച്ചു, തങ്ങളെ, ഞാൻ എന്തു ചെയ്യണം? ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഒരാളല്ലേയുള്ളൂ, യുദ്ധമെന്ന് പറഞ്ഞാൽ അതൊരു തന്ത്രമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക എന്ന് പറയുകയും അയാൾ അവിടെ നേരെ ബനൂ ഖുറൈള ഗോത്രക്കാരിലേക്ക് എത്തുകയാണ്. അവരോട് അതാ അവരുടെ ഒരാളായിട്ട് അവരിൽപ്പെട്ട ഒരാളെപ്പോലെ സംസാരിക്കുകയാണ്. എന്നിട്ടോ അവര് സ്വീകരിച്ച ആ നിലപാടിനെ കുറിച്ചും അതിലുള്ള അപകടത്തെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ഖുറൈശികളാണെങ്കിലും ഗത്ഫാൻ ഗോത്രക്കാരാണെങ്കിലും അവർ ഈ നാട്ടുകാരല്ല, നാളെ അവര് തിരിച്ചു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കളായ മുഹാജിറുകളും അൻസാറുകളുമാണ് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ അന്തേവാസികൾ. അവരാണ് എന്നും നിങ്ങൾക്കൊപ്പമുണ്ടാവുക. അതേസമയം ഖുറൈശും ഗത്ഫാനും ഇവിടെ നിന്ന് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ മുഹമ്മദും അയാളുടെ സൈന്യവും നിങ്ങളോട് പ്രതികാരം ചെയ്യും. ആ സമയം നിങ്ങളെ സഹായിക്കാൻ വേറെ ആരും വരികയില്ല. ഈ സമയം ഇങ്ങനെ പറഞ്ഞപ്പോ ഇവരിങ്ങനെ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്ത്? ഒരു ആൾ ജാമ്യം തരുന്നത് വരെ, ഒരാളെ ഇങ്ങോട്ട് ജാമ്യം കൊടുക്കുന്നത് വരെ എന്ത്? നിങ്ങൾ യുദ്ധത്തിൽ പങ്കുചേരരുത്, യുദ്ധത്തിൽ ഓരോ കൂടെ കൂടരുത്, അവരെ സഹായിക്കുകയും അരുത്. ഈ ഒരു അഭിപ്രായം നഈമെന്നവർ വന്ന് പറഞ്ഞപ്പോ അവരുടെ ആ ഒരു ഒപ്പീനിയനിൽ എന്തോ സത്യമുണ്ട് എന്ന് വിചാരിക്കുകയും അവരത് സമ്മതിക്കുകയും ചെയ്യാണ്. താമസിയാതെ നഈമെന്നവര് നേരെ ഖുറൈശികളിലേക്ക് പോവാണ്. എന്നിട്ടോ തന്റെ വിശ്വസ്തത അവരെ ബോധ്യപ്പെടുത്തുകയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതാ അവിടുത്തെ അനുയായികളും അവരുമായിട്ടുള്ള കരാറ് പൊളിച്ചതിൽ ജൂതന്മാര് ഖേദിക്കുന്നുണ്ട്. അവർക്കെതിരെ നിങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കുചേരാൻ അവർ ആൾ ജാമ്യം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇവിടെ വന്നുകൊണ്ട് അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരിക്കലും ആൾ ജാമ്യം നൽകരുതെന്ന ഉപദേശവും നഈമെന്നവർ ഇപ്പുറത്ത് വന്നുകൊണ്ട് പറയാണ്. ശേഷം നഈമെന്നവര് അതാ സ്വന്തം ഗത്ഫാൻ ഗോത്രത്തിലേക്ക് എത്തുകയാണ്. അവരോടും ഇതേപോലെ വിഷയങ്ങൾ പറഞ്ഞു. എല്ലാവരും നഈമെന്നവരുടെ ആ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയും യുദ്ധത്തിന്റെ സമയം വന്നപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അതാ ആ ജൂതന്മാര് ഖുറൈശികൾ വിളിച്ചു. പക്ഷേ അവര് തയ്യാറായില്ല. ആൾ ജാമ്യം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതിന് ഖുറൈശികളും തയ്യാറായില്ല. അതോടുകൂടെ അവർക്കിടയിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളായി, ഭിന്നിപ്പുകൾ വന്നു. നഈമെന്നവരുടെ ആ ഒരു ശ്രമം, അവരുടെ ആ ഹിക്മത്ത് അവിടെ അതാ വിജയിക്കുകയാണ്. അങ്ങനെ രണ്ട് വിഭാഗമായി പിരിയുകയും ഖുറൈശികൾക്ക് വൻ തിരിച്ചടി നേരിടുകയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു തണുത്ത കാറ്റടിക്കുകയും ആ കാറ്റടിച്ചപ്പോ അവിടെ കൂടുന്ന സൈന്യത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാണ്ട് വരികയും അവരുടെ ടെന്റുകളും അവർ കൊമ്പുന്ന ഐറ്റങ്ങളെല്ലാം പാറിപ്പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അതാ അവര് തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന ആ ഉപരോധത്തിനവിടെ അന്ത്യമിടുകയാണ്. മദീനായില് ആരു തന്നെ സംഘടിച്ചാലും ഇവിടെ വേര് പിടിച്ച ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളെ പിഴുതെറിയാൻ ഒരാൾക്കും സാധ്യമല്ല എന്നവിടെ തെളിയിക്കപ്പെടുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. അവിടെ ഖന്തഖ് വലിയ വിജയത്തിലേക്ക് എത്തുകയാണ്. ഉപരോധമായിരുന്നു പ്രധാന മാർഗമെങ്കിലും അവസാന വിജയം മുസ്ലിമീങ്ങളിലേക്ക് തന്നെ വരികയാണ്.
ഈ രീതിയിൽ ഖുറൈശികൾക്ക് വലിയ തിരിച്ചടിയും വലിയ പ്രയാസവുമെല്ലാം നേരിട്ട് നിൽക്കുമ്പോഴാണ് ഹിജ്റയുടെ 6-ാം വർഷം ദുൽഖഅദ് മാസം എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ മാസാണ്. ആ മാസത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1600 സ്വഹാബത്തും മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഈ വിഷയം ഖുറൈശികൾ അറിഞ്ഞു. ആ സമയം ഖാലിദ് ബിൻ വലീദ് എന്നവരുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ, തടയാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. അതേ സമയം അവരിങ്ങനെ അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഖുറൈശികൾ തടയാൻ വരുന്ന വിഷയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ അറിയിക്കുകയും അവര് വേറെ ഒരു വഴിയിലൂടെ അവര് തനിയത്ത് എന്ന മലമ്പ്രദേശത്ത് ഒരു ഗുഡ സൈഡ്, അങ്ങോട്ടൊരു ഹിൽ സൈഡ് അങ്ങോട്ട് എത്തുകയും എന്നിട്ടോ അവിടെ എത്തിയിട്ട് ആ മല ഇറങ്ങുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം അവിടെ മുട്ടുകുത്താണ്. എത്ര ട്രൈ ആക്കിയിട്ടും ആ ഖസ്വാ എഴുന്നേൽക്കുന്നില്ല. കുറെ അടിച്ചു നോക്കി, തട്ടി നോക്കി, ഖസ്വാ എഴുന്നേൽക്കുന്നില്ല. സ്വഹാബത്തെല്ലാം പറയാണ്, എന്താ ഖസ്വാ ദുർവാശി കാണിക്കുന്നുണ്ടാ എന്നെല്ലാം പറഞ്ഞു കുറ്റപ്പെടുത്താന്നപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ല, ഇത് ദുർവാശിയല്ല. പിന്നെയോ ഈ ഒട്ടകത്തെ ഇവിടെ പിടിച്ചു നിർത്തിയത് ആനയെ തടഞ്ഞ റബ്ബ്, ആ റബ്ബ് തന്നെയാണ് ഇതിനെയും പിടിച്ചു നിർത്തിയത്. പണ്ട് ഹബീബായ തങ്ങൾ ജനിക്കുന്നതിന്റെ അല്പനാളുകൾക്ക് മുമ്പ് കഅബാലയത്തിലേക്ക് ആ കഅബ പൊളിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ യമനിലെ അബ്രഹത്ത് രാജാവ് അയാളുടെ സൈന്യം ആനകളെ മുൻനിർത്തിയിട്ട് ആ സൈന്യവുമായിട്ട് ഇങ്ങനെ വരികയും അതിന്റെ മുന്നിലുണ്ടായിരുന്ന മഹ്മൂദ് എന്ന പേരുള്ള ആന, ആ ആന കഅബാലയത്തിന്റെ മക്കായുടെ പരിധിയിലെത്തിയപ്പോ മക്കയുടെ ഭാഗത്തേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. അതവിടങ്ങ് മുട്ടുകുത്തിയുന്നു. എത്ര അടിച്ചാലും തൊഴിച്ചാലും ആന കഅബയുടെ ഭാഗത്തേക്ക് പോകാൻ തയ്യാറാകുന്നേയില്ല. ആ സംഭവം സൂറത്തുൽ ഫീലിൽ പറയുന്നുണ്ട്. ആ സംഭവം ഓർത്തുകൊണ്ട് ഹബീബായ തങ്ങൾ പറയാണ്, ആ ആനയെ പിടിച്ചുവെച്ച അതേ റബ്ബ് തന്നെയാ ഈ ഒട്ടകത്തിനെയും പിടിച്ചു വെച്ചതും. അങ്ങനെയതാ ഹബീബായ തങ്ങൾ ഒട്ടകം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞു, ഖുറൈശികൾ അവരുടെ ബഹുമാനാദരവുകൾക്ക് ആവശ്യമായ എന്ത് എന്നോട് ആവശ്യപ്പെട്ടാലും ഞാനത് സ്വീകരിക്കുന്നതാ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒട്ടകത്തെ അങ്ങ് തെളിച്ചപ്പോ അത് മുന്നോട്ട് നീങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ ഹുദൈബിയ അവിടെ എത്തി. അവിടെയുള്ളൊരു കിണറിന്റെ അടുക്കലാണ് എത്തുന്നത്. അതിൽ നോക്കുമ്പോ കുറച്ച് മലിനമായ, കുറച്ച് ബെടക്കായ തണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സ്വഹാബത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് തണ്ണി കൊണ്ടുവന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തണ്ണി കൊണ്ട് വുളു എടുത്ത ശേഷം ആ പാത്രത്തിലേക്ക് അവിടുന്ന് തുപ്പുകയാണ്. ഉമിനീര് അതിലേക്ക് ഉറ്റിക്കുകയാണ്. ശേഷം അത് കിണറിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറയുകയും സ്വഹാബത്ത് അപ്രകാരം ചെയ്തു. അതോടെ ആ കിണറ്റിൽ വെള്ളം നിറഞ്ഞു എന്നു മാത്രമല്ല, ഒരാളിരുന്നാൽ അയാൾ മുങ്ങാൻ മാത്രം ആ വെള്ളം ആ കിണറ്റിൽ കൂടി വന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയാണ്. ഏതായാലും മുസ്ലിമീങ്ങൾ ഹുദൈബിയയിൽ എത്തിയിട്ടുണ്ട് എന്ന വിഷയമറിഞ്ഞപ്പോ ഖുറൈശികളതാ മുസ്ലിമീങ്ങളെ തടയാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ അങ്ങനെ തീരുമാനിക്കുകയാണ്. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, എന്താ പറയുന്നു? യാ ഉമർ ഇദ്ഹബ്, ഉമറെ നിങ്ങൾ പോകണം. എന്നിട്ടോ ഫസ്തഅ്ദിൻ ലനാ അലൈഹിം ഹത്താ നഅ്തമിറ, നിങ്ങൾ പോയിട്ട് അവരോട് സമ്മതം കേൾക്കണം. എന്തിന്? ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉംറ ആക്കാൻ വേണ്ടിയിട്ട്. ഉമർ തങ്ങളെ നിങ്ങൾ അവരോട് സമ്മതം കേൾക്കണം എന്ന് പറഞ്ഞ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തോട് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്? യാ റസൂലല്ലാഹ്,
എനിക്ക് അവിടെ സംരക്ഷണം നൽകാൻ സാധിക്കുന്ന ആരുമില്ല, അങ്ങനത്തെ ആരും മക്കയിലില്ല. അങ്ങ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുക. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മക്കയിലുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ടവർക്ക് അവർ സംരക്ഷണം കൊടുക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു അഭിപ്രായം പറയുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അബാനുബ്നു സഈദ് എന്ന ആളെ കണ്ട് ഇങ്ങനെ പറഞ്ഞു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നൽകിയ ഒരു സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഖുറൈശികളെ കണ്ട് പറയുന്നത് വരെ നിങ്ങളുടെ ജനതയിൽ നിന്ന് എനിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം. ഇതിങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അയാളുടെ കുതിരന്റെ പുറത്ത് കയറ്റിയിട്ട് ഖുറൈശികളുടെ അടുക്കൽ ചെന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്ദേശം, ആ ഒരു മെസ്സേജ്, എന്ത്, ഞങ്ങൾ ഉംറയാക്കാൻ വന്നതാണ്, വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, കഅബ ആലയത്തിന്റെ അടുക്കലേക്കാ ഞങ്ങൾ വരുന്നത്. ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ അവര് സമ്മതിച്ചില്ല. ആ സമയത്ത് ഉസ്മാൻ തങ്ങളോട് അബാൻ എന്ന ആള് പറയാണ്, നിങ്ങൾ വേണമെങ്കിൽ തവാഫ് ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ തവാഫ് ചെയ്തോളി, പക്ഷേ മുത്തുനബിയെ ഇങ്ങോട്ട് ഞങ്ങൾ കയറ്റൂല, കൂടെയുള്ള ആളുകളും ഇങ്ങോട്ട് വരാൻ പറ്റൂല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ഞാൻ തവാഫ് ചെയ്യില്ല. ഏതായാലും 3 നാളത്തോളം ഉസ്മാൻ തങ്ങൾ എന്തെങ്കിലും ഇവര് സമ്മതം കൊടുക്കുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് 3 നാളായിട്ടും ഉസ്മാൻ തങ്ങളുടെ വിവരമൊന്നുമില്ല. 3 ദിവസമായിട്ടും ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാണ്ടായപ്പോ അവർക്കിടയിൽ ഒരു ചർച്ച, അവർക്കിടയിൽ ഒരു സംസാരം. എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന വാർത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ പരന്നു. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ ഒരു മരച്ചുവട്ടിൽ വെച്ച് സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ മരണം വരെ ഖുറൈശികളോട് പോരാടുമെന്ന് എന്നോട് ബൈഅത്ത് ചെയ്യുക. ആ സമയത്ത് മുസ്ലിങ്ങളിൽ ഒരാളൊഴികെ എല്ലാവരും ബൈഅത്ത് ചെയ്യാണ്. ഈ ബൈഅത്തിനെയാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വിവരങ്ങൾ പറയാണ്. ആ സമയത്ത് ഖുറൈശികൾക്കിടയിലേക്ക് ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ബൈഅത്ത് നടന്നിട്ടുണ്ട്. ആ ബൈഅത്ത് കുറച്ച് അപകടമാ എന്ന വിവരമറിഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചു പോകാൻ വേണ്ടി പറയാൻ അവർ യസീദ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആളെ അയച്ചു. വിവരമറിഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തിനോട് പറഞ്ഞു, യസീദ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആള് വരുമ്പോ നമ്മൾ ബലിമൃഗങ്ങളെ അയാളുടെ മുന്നിലൂടെ അഴിച്ചുവിടണം. മക്കക്കാരുടെ സ്വഭാവമാണ്, ബലിമൃഗങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ബലിമൃഗങ്ങളെ അയച്ചു. ഇത് കണ്ട യസീദ് ഇബ്നു ഹാരിസ് എന്ന ആള് പറഞ്ഞു, ഈ ബലിമൃഗങ്ങളെ തിരിച്ചയക്കുന്നതിന് വിജയിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അയാള് അവിടുന്ന് തിരിച്ച് മുത്തുനബിയോട് സംസാരിക്കാതെ തിരിച്ച് ഖുറൈശികളിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്ത്, നിങ്ങൾ ഈ ബലിമൃഗങ്ങളെ തിരിച്ചയക്കരുത്, അങ്ങനെ ചെയ്താൽ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നയാൾ പറയാണ്. ഏതായാലും ഖുറൈശികൾ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഉർവത്ത് ഇബ്നു മസ്ഊദ് എന്ന ആളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അയക്കാണ്. അങ്ങനെ അയക്കുമ്പോ അയാൾ വന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവിടുന്ന് മടങ്ങിപ്പോകണം, തിരിച്ചു പോകണമെന്ന ആവശ്യം പറയുന്നു. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിക്ക് നേരെ കൈ ചൂണ്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അവിടുത്തെ ചാട്ടവാറുകൊണ്ട് അയാളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു,
നിനക്ക് അനിഷ്ടകരമായ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ താടിയിൽ നിന്ന് കൈയെടുത്തോ. അപ്പോഴാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉർവ എന്ന് പറയുന്ന ആള് കേൾക്കുന്നുണ്ട്, ഓ മുഹമ്മദ് നബിയെ, ആരാ ആണിയാൾ? ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, മുഈറത്ത് ബിൻ ശുഅബ. അവർക്കിടയിൽ ഒരു ചെറിയ സംഭാഷണം ഉണ്ടാകുന്നുണ്ട്. അവർ ചെറിയ കുടുംബമാണ്, ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ വിഷയം അവിടെ സംഭവിക്കുന്നത് കാണാം. ഏതായാലും ഉർവ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നപ്പോ ആ നിന്ന സമയം മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഹബീബായ തങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, മുത്തുനബിയോട് കാണിക്കുന്ന അതിരറ്റ സ്നേഹം, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അയാൾ തിരിച്ചു ഖുറൈശികളിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ വന്നപ്പോ ഖുറൈശികൾ ചോദിച്ചു, യാ അബാ യഖൂബ്, എന്തായി നിങ്ങൾ പോയ വിസയാ? ആ സമയത്ത് ഖല്ലൂ സബീലർ റജുലി യഅ്തമിറു, അതാ അയാൾ പറഞ്ഞു, അയാൾ അങ്ങോട്ട് വിട്ടാളി. ആരെ? ഹബീബായ തങ്ങളെ വിട്ടാളി. അവരുദ്ദേശം പോലെ ഉംറ ചെയ്തോട്ടെ. കാരണം എന്താണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ഫഇന്നി ഹളർതു കിസ്റാ വഖൈസറ വന്നജാശിയ ഫമാ റഅയ്തു മലികൻ ഖത്തു അസ്ഹാബുഹു അത്വഉ മിൻ ഹാദൽ മലിക്. ഞാൻ കിസ്റായുടെയും കൈസറിന്റെയും നജാശിയുടെയും കൊട്ടാരങ്ങളിലേക്ക് ദൂതുമായി പോയ ആളാണ്. പക്ഷേ ഇവിടെ കണ്ട മുഹമ്മദ് നബിയെ അവിടുത്തെ അനുയായികൾ പരിഗണിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ ഞാൻ അവിടെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുകയും അയാള് പറയാണ്, അല്ലാഹു സത്യം, വല്ലാഹി ഇന്നഹു ലയതനഖമു ഫയബ്തദിറൂന നുഖാമതഹു. എത്രത്തോളമാ? വല്ലാഹി ഇന്നഹു ലയജ്ലിസു ഫയബ്തദിറൂന തുറാബ അല്ലദീ യജ്ലിസു അലൈഹി വഇന്നഹു ലയതവല്ലഉ വയബ്തദിറൂന വളുഅഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മൂക്ക് പിഴിയുമ്പോ അതെടുക്കാൻ വേണ്ടി അവര് മത്സരിക്കുകയാണ്. ഹബീബായ തങ്ങളും അവിടുന്ന് ഇരുന്നാൽ ആ സ്ഥലത്തെ മണ്ണ് അതെടുക്കാൻ വേണ്ടി അവര് മത്സരിക്കുകയാണ്. കഴിഞ്ഞില്ല. ആ നബി അവിടുന്ന് വുളു എടുത്താൽ ആ വുളു എടുത്ത വെള്ളം കിട്ടാൻ അവര് തമ്മിൽ മത്സരിക്കുകയാ. ഈ രീതിയിൽ സുബ്ഹാന റബ്ബി ഇവരിങ്ങനെ വന്നുകൊണ്ട് കണ്ട കാഴ്ച പറഞ്ഞപ്പോ അവര് കുറ്റപ്പെടുത്താണ് ഖുറൈശികളും, നീ ആകെ ഭീരുവായിരിക്കുന്നു, നിനക്കെന്തോ പേടിയുണ്ട്, നീ എന്തൊക്കെ ഒരു ബേജാറിലുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശേഷം സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആളെയാണ് സന്ധി സംഭാഷണത്തിന് വേണ്ടി അയക്കുന്നത്. അങ്ങനെ അയാള് വന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. സുഹൈലും അയാളുടെ സംഘത്തിന് വരുന്ന കണ്ടപ്പോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഖദ് സഹുല അംറുഹും. എന്താ പറയുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, എന്താ പറയുന്നത്? അടുത്ത വർഷം തിരിച്ചു വരാമെന്ന ഉറപ്പിന്മേൽ ഇപ്രാവശ്യം നിങ്ങൾ മടങ്ങിപ്പോവുക. യാ മുഹമ്മദു ഇർജിഅ അൻ ഖൗമിക ഹാദിഹിൽ മർറ, ഇപ്രാവശ്യങ്ങൾ തിരിച്ചു പോകണം എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. അങ്ങനെ അതാ കഴിഞ്ഞില്ല. അടുത്ത വർഷം നിങ്ങളും അനുയായികളും വന്ന് ഉംറ ചെയ്യുക. ഓരോരുത്തർക്കും അവരുടെ ആയുധത്തോടുകൂടെ തന്നെ മക്കയിൽ പ്രവേശിക്കാം. നിങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യരുത്. 2 വർഷം നിങ്ങളോട് ഞങ്ങളും യുദ്ധം ചെയ്യില്ല. ഈ രീതിയിലൊരു കരാറ്
സുഹൈലിന്റെ അഭിപ്രായം പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓക്കെയായി. ഹബീബായ തങ്ങള് അതാ അവിടുന്ന് ആ ഉടമ്പടിക്ക് തയ്യാറാവുകയാണ്. അങ്ങനെ അലിയാർ തങ്ങളോട് ഉടമ്പടി എഴുതാൻ വേണ്ടിയിട്ട് പറയാണ്. അലിയാർ തങ്ങൾ എഴുതി തുടങ്ങി. എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സമയത്ത് സുഹൈൽ പറഞ്ഞു, അർ റഹ്മാൻ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ലാ അഅരിഫുർ റഹ്മാന. അങ്ങനെ എഴുതണ്ട. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം, പിന്നെ എങ്ങനെയാണ് എഴുതേണ്ടത്? അയാളുടെ മറുപടി പറയാണ്, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതാം. അല്ലാഹുവേ നിന്റെ പേരുകൊണ്ട് എന്നെഴുതിയാൽ മതി. അപ്പൊ അലിയാർ തങ്ങൾ എഴുതി, ബിസ്മിക്കല്ലാഹുമ്മ ഹാദാ മാ സാലഹ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നെഴുതി. എന്താ ഇത്? അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പ്രശ്ന പരിഹാര കരാറാകുന്നു. ആ എഴുത്ത് കണ്ടപ്പോ അത് കണ്ട സാത്തുക്ക് സുഹൈൽ എന്ന് പറയുന്ന ആള് പറയാണ്, എന്താ പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെങ്ങനെ ഫോളോ ആക്കുക? അതെ, ഞാൻ നിങ്ങളെ എപ്പോഴോ ഫോളോ ആക്കുമായിരുന്നില്ലേ? അതല്ലേ നമ്മുടെ ഇടയുള്ള വിഷയം. എന്തേ നിങ്ങൾ നിങ്ങളുടെ ബാപ്പാന്റെ പേര് വിട്ടുകളയാണോ എന്നെല്ലാം ഹബീബായ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കിയിട്ട് അയാൾ പറഞ്ഞു. ആ സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സത്യം, നിശ്ചയം ഇത് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. നീ ഇവിടെ നിന്ദ്യത കാണിച്ചിരിക്കുകയാണ് എന്ന് അലിയാർ തങ്ങൾ പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ അന മുഹമ്മദുൻ റസൂലുള്ളാഹി വ അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് എന്ന് പറയുകയും അലിയാർ തങ്ങളോട് പറഞ്ഞു, ഉക്തുബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് എന്ന് എഴുതാൻ പറയാണ്. ഏതായാലും ആ പറഞ്ഞ സമയം ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളും അവിടെയുള്ള റസൂലുള്ളാഹ് എന്നത് മായ്ക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ കൈകൊണ്ട് അത് മായ്ച്ചു കളയുകയാണ്. ഏതായാലും ഖുറൈശികളുടെ ബഹുമാനത്തിനൊരു ഭംഗം വരുത്താത്ത രൂപത്തിലും അവരുടെ ആവശ്യങ്ങൾ ഞാൻ അംഗീകരിക്കുമെന്നും ഹബീബായ തങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. യാ കാര്യമനുസരിച്ച് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്ന് എഴുതാൻ ആവശ്യപ്പെട്ടത്. ശേഷം അലിയാർ തങ്ങൾ കരാർ എഴുതാണ്. എന്തൊക്കെയാ കരാറിലുള്ളത്? അതാ സുഹൈൽ ഇബ്നു അംറുമായിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നുള്ള ആ കരാറിന്റെ തീരുമാനങ്ങൾ: 1, 2 വർഷം പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല. 2, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോടൊപ്പം നിങ്ങൾക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരോടൊപ്പം ഞങ്ങൾക്കും പരസ്പരം എന്താകാം, സഖ്യം ചേരാം, അലയൻസ് പറ്റും. 3, അടുത്ത വർഷം നിങ്ങൾക്ക് മക്കയിലേക്ക് വരാം, 3 ദിവസം ഇവിടെ താമസിക്കാം, നിങ്ങൾക്ക് തിരിച്ചു പോകാം. 4 വിസയ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഞങ്ങൾ തിരിച്ച് ഓപ്പാസ് നിങ്ങളിലേക്ക് വിടുകയില്ല. അതേസമയം ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ അയാളെ ഇങ്ങോട്ട് ഓപ്പാസ് കടത്തണം. ഈ അവസാനത്തെ വിഷയമങ്ങ് വന്നപ്പോ മുസ്ലിമീങ്ങൾക്കത് വല്ലാത്ത പ്രയാസമായി. അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവരിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വന്നാൽ സ്വീകരിക്കാൻ പറ്റില്ലെന്നും നമ്മുടെ അടുക്കൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ അവരെ തിരിച്ചയക്കില്ലെന്നുമല്ലേ കരാറിലുള്ളത്? ഹബീബായ തങ്ങൾ പറയാണ്, എന്താ, നമ്മിൽ നിന്ന് ആരെങ്കിലും അവരുടെ അടുക്കലേക്ക് പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവാണ് അവനെ വിദൂരത്താക്കുന്നത്. അവൻ കാഫിരീങ്ങളോട് ഏറ്റവും അടുത്തവനാണ്. അതേസമയം അവരിൽ നിന്ന് ആരെങ്കിലും നമ്മിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹു അസ്സ വജൽ അവന് വേണ്ട മാർഗം കാണിക്കുന്നതാ. ഏതായാലും കരാർ എഴുതി. ആ കരാർ എഴുതിയിട്ട്
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചർച്ചയെല്ലാം കഴിഞ്ഞ് സ്വഹാബത്തിനോട് മുടി കളയാനും ബലിയെറുക്കാനുമെല്ലാം കൽപ്പിച്ചിട്ടാണ് അവിടുന്ന് മദീനയിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. ഈ ചർച്ചക്കിടയിലാണ് ആര് നേരത്തെ പറഞ്ഞ മക്കയിൽ നിന്ന് മുസ്ലിമായി ഓടി രക്ഷപ്പെട്ടു വരുന്ന, അതേസമയം നടക്കാൻ പ്രയാസമുണ്ട്, മുടന്തിക്കൊണ്ടാണ് അയാൾ വരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മുസ്ലിമായ ശേഷം മുത്തുനബിയുടെ അടുക്കലേക്ക് പോകുമെന്ന് വിചാരിച്ച് അയാളുടെ ബാപ്പ അയാളെ കെട്ടിയിട്ടതായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട അബൂ ജന്ദൽ ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹു അതാ ഇങ്ങോട്ട് വന്നപ്പോ അയാൾ വന്നു പറഞ്ഞു, ഇന്നി മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാ, നിശ്ചയം ഞാൻ മുസ്ലിമാ. അപ്പോഴേക്കും അയാളുടെ ബാപ്പ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ നാം ഇപ്പോൾ കരാർ എഴുതിയിട്ടല്ലേ ഉള്ളൂ, ഈ എന്താ കരാർ നിങ്ങൾ പൊളിച്ചു കളയരുത്. ഈ രംഗം കണ്ട ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹഖ്ഖുൻ വ അൻത നബിയുഹു. ഹബീബായ തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ അങ്ങ് നബിയാണെന്ന കാര്യം സത്യമല്ലേ? അതെ. അവിടുന്ന് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നാം മുസ്ലിങ്ങളും അവർ കാഫിരീങ്ങളുമല്ലേ? അതെ. വീണ്ടും പറയാണ്, പിന്നെ എന്തിനാണ് നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്? ഹബീബായ തങ്ങൾ പറയാണ്, നാം ഇപ്പോൾ കരാർ എഴുതിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളും അബൂ ജന്ദൽ എന്നവരുടെ അടുക്കലേക്ക് പോവുകയും അവരോട് പറയാണ്, യാ അബാ ജന്ദൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പിതാവിനെ കൊല്ലാവുന്നതാണ് എന്ന് പറയുകയും ആ പിതാവിനെ കൊല്ലാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അത് തന്റെ വാള് അബൂ ജന്ദൽ എന്നവർക്ക് നൽകുകയാണ്. ആ സമയത്ത് അബൂ ജന്ദൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുന്നില്ല? ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, മുത്തുനബി ആക്കരുതെന്ന് പറഞ്ഞുകൊണു. ആ സമയത്ത് അബൂ ജന്ദൽ എന്നവർ പറയാണ്, നിങ്ങളെക്കാൾ ഹബീബായ തങ്ങൾ അനുസരിക്കാൻ ബന്ധപ്പെട്ടവൻ ഞാനാണ്, ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുകയില്ല. ഏതായാലും ആ സമയത്ത് ഇങ്ങനെ സംസാരം നടക്കുമ്പോഴാണ് സുഹൈൽ ഇബ്നു അംർ ഒരു മരക്കൊമ്പ് അതെടുത്തിട്ട് അബൂ ജന്ദലിന്റെ മുഖത്തേക്കൊരു അടിയാണ്. ഇത് കണ്ടപ്പോൾ മുസ്ലിമീങ്ങൾക്കെല്ലാം വല്ലാത്ത ബേജാറായി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അയാൾ ഒഴിവാക്കി. അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു സത്യമാണ് പറയുന്നത് എന്ന് അള്ളാഹുവിനറിയാം. അവിശ്വാസികളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതാ. ഏതായാലും അതാ ആ വന്നവരെ തിരിച്ച് അയക്കുകയാണ്, മക്കയിലേക്ക് തന്നെ തിരിച്ച് അയക്കുകയാണ്. പിന്നീട് ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെടുന്നുണ്ട് എന്ന് കാണാം. ഏതായാലും അതിൽ വേണ്ട വഴി അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്നുണ്ട്. പറഞ്ഞു വന്ന വിഷയ ഇതാണ് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെട്ട വളരെ പ്രശസ്തമായ സന്ധി കരാർ. ഹബീബായ മുത്തുനബിയും സ്വഹാബത്തും അവിടുന്ന് ഏറെ പ്രതീക്ഷയോടുകൂടെ കഅബാലയത്തിന്റെ ചാരത്തേക്ക് പോയപ്പോ അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധിയാണ്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വലിയ ഹിക്മത്തോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യുകയാണ്. ഇനി ഇതിന്റെ ബാക്കി എന്ത്, ശേഷം എന്ത് സംഭവിക്കുന്നു, ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിഷയങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ പറയാം. കുറഞ്ഞ വിഷയങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഖന്തഖ് യുദ്ധത്തിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹുദൈബിയ സന്ധിയും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് രണ്ടും മനസ്സിലായിട്ടുണ്ടാകും. കൂടുതൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ജീവിതത്തിൽ ബേജാറ് ബുദ്ധിമുട്ടുകൾ തൊട്ടെല്ലാം അള്ളാഹു തആല നമുക്ക് രക്ഷ നൽകട്ടെ. എല്ലാ രീതിയിലും ഖൈർ ബറക്കത്ത് സലാമത്ത് കുടുംബത്തിൽ നൽകട്ടെ. മരണപ്പെട്ടവർ ഇഷ്ടജനങ്ങൾ അല്ലാഹു തആല എല്ലാവർക്കും സ്വർഗം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മളെല്ലാം അല്ലാഹു തആല മുഹിബ്ബീങ്ങൾ ഹബീബായ തങ്ങളുടെ ഇഷ്ടക്കാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.